കേരളത്തിന്റെ സ്വന്തം ജനകീയ ജനാധിപത്യ മണിക്കൂറിലേക്ക് പൊതുജനം കഴുതിൽ എന്ന പരിപാടിക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഒരു അഭിമാന നേട്ടം സംബന്ധിച്ച വാർത്ത വരുന്നുണ്ട്. സഞ്ജു സാംസണ് സെഞ്ചുറി എന്നുള്ള വാർത്ത വരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 3-ാം ഏകദിനത്തിലാണ് ഇപ്പോൾ സഞ്ജു ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 110 പന്തിൽ സെഞ്ചുറി തികച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വിമർശകർക്ക് മറുപടി നൽകുകയാണ് സഞ്ജു സാംസൺ. വന്യമൃഗശല്യം രൂക്ഷമായതോടെ ഭീതിയിലാണ് കോഴിക്കോടിന്റെ മലയോര മേഖല. ആനയും പുലിയും ഉൾപ്പെടെയുള്ള ജീവികൾ ജീവനും സ്വത്തിനും ഭീഷണിയാകുമ്പോൾ വനംവകുപ്പ് നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കർഷകർ. സന്ധ്യയായാൽ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. വന്യജീവി ശല്യം രൂക്ഷമായതോടെ കന്നുകാലി വളർത്തലിനൊപ്പം മറ്റു കൃഷികളും ചെയ്യാനാവാത്ത അവസ്ഥയാണ്. പകല് നീലക്കോയിന്റെ ശല്യമാണ്. ഈ നീലക്കോയികളെ ആട്ടി ഓടിച്ചില്ല എന്ന് വെക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഒരു കണ്ട ഒന്നായിട്ട് ഇത് അടിവേരുകളൊക്കെ കൊത്തിപ്പറിച്ച് അതിന്റെ കരിമ്പ് തിന്നിട്ട് നശിപ്പിച്ച് കളയാണ്. അപ്പോൾ അതിനെ പകല് ഞങ്ങൾ കാവൽ നിൽക്കുകയാണ്. ഇപ്പം രാത്രിയിൽ പന്നി ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പന്നി ഒന്നാകെ കൃഷികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവും പകലും ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കൃഷി ഉണ്ടാക്കിയാൽ പിന്നെ രാത്രിയിൽ വന്ന് കാവലിരിക്കാനുള്ള പ്രയാസം കൂടി മനസ്സിലാക്കുന്നതിലപ്പുറം ഈ കാവലിന് വരുന്ന കർഷകന് ജീവന് പോലും ഒരു സേഫ്റ്റി ഇല്ല എന്നുള്ളതാണ്. വിലത്തകർച്ചയ്ക്കൊപ്പം വന്യമൃഗശല്യം കൂടിയായതോടെ കാർഷിക വൃത്തിയിലൂടെ ഉപജീവനം നയിക്കുന്നവർ ദുരിതത്തിലായി. ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിയാണ് വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത്. കാട്ടാനയും കാട്ടുപന്നിയും കുരങ്ങുമെല്ലാം ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു. പുലിയുടെ സാന്നിധ്യം കൂടിയായതോടെ താമരശ്ശേരി പേരാമ്പ്ര മേഖലയിലെ ജീവിതം ദുസ്സഹമാണ്. താമരശ്ശേരി ചുരത്തിൽ കണ്ടിരിക്കുന്ന കടുവയുടെ സാന്നിധ്യം അറിഞ്ഞിരിക്കുന്ന പ്രദേശത്ത് അടിയന്തരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. വനത്തിന് പുറത്തിറങ്ങുന്ന കാട്ടുമൃഗങ്ങൾക്ക് ഒരു പരിരക്ഷയും കൊടുക്കരുത്, അതിനെ വെടിവെച്ച് കൊല്ലുക തന്നെ വേണമെന്നാണ് കർഷക കോൺഗ്രസിന്റെ ആവശ്യം. പെരുമണ്ണാമൊഴി റിസർവ് വനത്തോട് ചേർന്ന് കിടക്കുന്ന മുതുകാട്, ചെങ്കോട്ടക്കൊല്ലി, ആലമ്പാറ, കൂത്താളി, ചെമ്പനോട തുടങ്ങിയ പ്രദേശങ്ങളിലും ശല്യം രൂക്ഷമാണ്. തെങ്ങ്, കമുക്, വാഴ, കപ്പ, ചേമ്പ്, ചേന തുടങ്ങിയവ നശിപ്പിക്കുന്നതിലൂടെ ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയാണ് ഓരോ വർഷവും ഉണ്ടാകുന്നത്. അർഹമായ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വിവിധ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് കർഷകർ. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്തുന്നത് തടയാൻ ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കിടങ്ങുകൾ തീർത്തും വൈദ്യുതി വേലി സ്ഥാപിച്ചും തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കണമെന്നാണ് ആവശ്യം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. വയനാട്ടിലെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അവിടെ പ്രതീഷ് എന്ന ക്ഷീരകർഷകനെ കടുവ കൊന്നു തിന്നത്. വനാതിർത്തികളിൽ കഴിയുന്ന കുടുംബങ്ങൾ ഭീതിയോടെയാണ് ഓരോ ദിനവും തള്ളി നീക്കുന്നത്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ തടയാൻ ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ജനങ്ങൾ. പ്രതികരണങ്ങളിലേക്ക്. ഇതിന് കൃത്യമായിട്ടുള്ള വേർതിരിക്കുന്ന ശക്തമായ വേലിയും സംവിധാനവും ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ വകവരുത്താനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് കൊടുക്കുകയും വേണം. അത് ഈ നാട്ടിൽ മാത്രമല്ല, ലോകത്തുള്ള വിദേശ രാജ്യങ്ങൾ മുഴുവനുള്ള കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തും കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൂടാ? ഒരു ഏക്കർ കണക്കിന് കാർഷിക മേഖലയിലുള്ള തെങ്ങും മറ്റും വലിച്ച് ഉലച്ച് ചാടുന്ന തരത്തിൽ കാട്ടാനയുടെ ആക്രമണം നടക്കുകയാണ്. അതിനെയൊന്നും ഒരു തരത്തിലും അത് ശ്രദ്ധിക്കാൻ ഇന്നത്തെ സർക്കാർ തയ്യാറാവുന്നില്ല എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. കാട്ടിലുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് നാട്ടുകാരെ ശല്യം ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ട രീതിയിലുള്ള അവരുടെ ജീവനും സ്വത്തിനും ഉത്തരവാദിയായിട്ടുള്ളത് സർക്കാരാണ്. ആ സർക്കാർ തന്നെ അതിൻ്റെ 100% അത് നിറവേറ്റിയേ പറ്റൂ. അപ്പോൾ അതാണ് കോഴിക്കോട്ടെ സ്ഥിതിയെങ്കിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.